Good afternoon, sir. Yes, Shabira, good afternoon. Good afternoon, sir. Lisa, good afternoon. Lakshmi Mohan, good afternoon. Manju, good afternoon. Ramya, good afternoon. Okay, let us start. Okay, Shabira. Yes. Okay. But Shabira, Yes, sir. yes, how are you? Fine, sir. Which is your favorite color? Color red. Red. Why did you like the red the most? അങ്ങനെ വെച്ചാലിപ്പം പറയാനും Is there any I reason? like red rose. Yes. Okay, okay, okay. അപ്പോൾ ഞാൻ ഒരു മലയാളം വാചകം പറയുന്നത് എൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഡ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ മുഖം തുടയ്ക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞത് Your face തുടിക്കുക. തുടക്കുക, തുടക്കുക. തുടക്കുക. വൈപ്പ്. വൈപ്പ്. ഈ ഭംഗിയായിട്ട് പറഞ്ഞതൊന്ന് Wipe your വൈപ്പ് യുവർ wipe ഫേസ്. your face. വൈപ്പ് യുവർ ഫേസ്. വെരി ഗുഡ്, വെരി വെരി വെരി. അടുത്തത് കരയരുത്. Don't cry. ഡോണ്ട് ക്രൈ. കറക്റ്റ് ആണ്, ഡോണ്ട് ക്രൈ. അടുത്തത് ഷാബിനയുടെ കൂടെ ചെറിയൊരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ആ കുട്ടിയോട് ഷാബിന പറയുന്നു, ആന്റിയോട് ഹായ് പറയും. Say hi to me. Hi. ഓക്കെ. സേ ഹായ് ടു ആന്റി. യെസ്, വെരി ഗുഡ്. ഒരെണ്ണം കൂടി ഷാബിന, മടിയനാകരുത്. Don't be lazy. യെസ്, ഡോണ്ട് ബി ലേസി. ഓക്കെ ഓക്കെ. അപ്പൊ ഷാബിന അല്ല ആര്യെന്ന് പറഞ്ഞത്. അപ്പൊ അടുത്ത 5 ഞാൻ ആര്യോട് ചോദിക്കാം. ആര്യ. യെസ്, ശബ്ദമുണ്ടാക്കരുത്. Don't make noise. ഡോണ്ട് മേക്ക് നോയ്സ്. നിനക്ക് വിശക്കുന്നുണ്ടോ? Are you hungry? യെസ്, വെരി ഗുഡ്. ആർ യു ഹംഗ്രി? നിനക്ക് ദാഹിക്കുന്നുണ്ടോ? Are you എന്താണ് ദാഹം? തേഴ്സ്റ്റി. ഓക്കെ. തേസ്റ്റ് ആണ് ദാഹം. അപ്പൊ എന്റെ തേസ്റ്റി, ദഹിക്കുക. ഓക്കെ. തേസ്റ്റി. യെസ്. അവിടെ പോയി ഇരിക്കുക. Go to sit there. Go and sit there. Yes. Then one more. നിങ്ങളുടെ ഊഴം കാത്തിരിക്കുക.
Please wait your turn. Yes, okay. Please wait your turn. Your turn. Okay, okay. Idea. Very good, very good, very good. Yes, Mehrunisa. Yes, sir. Yes, ice cream കഴിക്കരുത്. എന്താ പറഞ്ഞേ? Ice cream കഴിക്കരുത്. Don't eat ice cream. Don't eat ice cream. അത് തൊടരുത്. What is that? Yes. ഇപ്പോൾ വേണ്ട. Not now. Not now. ഇപ്പോൾ വേണ്ട. Not now. Yes. നിങ്ങളുടെ ഷൂസ് ധരിക്കുക. Please put your shoes. Put on your shoes. Put on. Please put on your shoes. Please put on your shoes. Yes. One more. നിങ്ങളുടെ മര്യാദ ഉപയോഗിക്കുക. നിങ്ങളുടെ മര്യാദ ഉപയോഗിക്കുക. Please polite. Be polite. Be polite. Okay, be polite. വേറെ ഒന്നുകൂടി പറയാം. Use your manners. Use your man. Manners. Okay, okay, Mehrunisa. Very good, very good. Yes, Lakshmi Mohan. Sir. Yes. അവിടെ പോകൂ. എന്തോ? അവിടെ പോകൂ. Go there. Go there. Correct. ചുമരുകളിൽ വരയ്ക്കരുത്. Don't No. Draw. Hmm. Don't draw. അതേപോലെ കറക്റ്റ് ആണ്. Don't draw wall. വാൾ എന്നുള്ളൊരു പകരം അതിന്റെ മുമ്പിൽ ഒരു ഓൺ എന്ന് വിളിച്ചാൽ ചുമരിന്റെ മുകളിലല്ല വരരുത്. അപ്പൊ നമുക്ക് എന്താ പറയാം? Don't draw on wall. യെസ്, നിങ്ങളുടെ പഴങ്ങൾ കഴിക്കുക. കേട്ടില്ല. നിങ്ങളുടെ പഴങ്ങൾ കഴിക്കുക. Eat your fruits. വെരി ഗുഡ്. Eat your fruits. Eat your fruits. നിങ്ങളുടെ വസ്ത്രങ്ങൾ എടുക്കുക. Take your dress. Take your dress എന്ന് പറയാം. Pick up your dress എന്ന് പറയാം. Yes. ഒന്നുകൂടി. നിങ്ങളുടെ മരുന്ന് കഴിക്കുക. Take your medicine. Take your medicine. ആണ് correct. Take your medicine. Okay. Lakshmi, correct. Very good. Yes, ma'am. Rifana. Yes. Ajmala. Yes. Manju. Yes, sir. Okay. മഞ്ജുവിനുള്ളത് അങ്ങിനെ ഓടരുത്. അങ്ങിനെ ഓടരുത്. Don't run this. അങ്ങിനെ ദിസ് എന്ന് പറയുമ്പോൾ ഇത് ലൈഫ്. Don't run like that. അതുപോലെ അങ്ങിനെ കേട്ടോ. Don't run like that. Okay. അടുത്തത്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക. Before the food. Before the food. Wash your hands. അപ്പൊ വാഷ് യുവർ ഹാൻഡ്സ് ആദ്യം പറഞ്ഞു നോക്കി. അപ്പൊ കുറച്ചുകൂടി ഭംഗിയായി. Wash your hands before food. ബിഫോർ ഫുഡ് എന്ന് പറയാം. ബിഫോർ ഈറ്റിംഗ് എന്ന് പറയാം. അതാണ് കുറച്ചുകൂടി ഭംഗി. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്. യെസ്.
അടുത്തത് ഉറങ്ങാൻ സമയമായി. ഉറങ്ങാൻ സമയമായി. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ പറയേണ്ടി വരുന്ന കാര്യങ്ങളാണ്. ഉറങ്ങാൻ സമയം, അതാണ് ഞാൻ വെറുതെ ചോദിച്ചത്. I am going to sleeping. അത് പറയാം. ഞാൻ ഉറങ്ങാൻ പോവുകയാകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. It's time. Our bedtime. Yes. Time to go to bed. Time to go to bed. ചുരുക്കി പറയാം, ഏറ്റവും ചെറിയ വാക്കുകൾ പറയാം. Time to go to bed. Yes. One more, Manju. Time to sleep. Okay, Shabina. Yes. ഗൃഹപാഠം, ഹോംവർക്ക്. നിങ്ങളുടെ ഗൃഹപാഠം പൂർത്തിയാക്കുക. Complete your homework. കംപ്ലീറ്റ് യുവർ ഹോംവർക്ക് അല്ലെങ്കിൽ ഫിനിഷ് യുവർ ഹോംവർക്ക്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ മഞ്ജു. രമ്യ. രമ്യ. ജസീന. Yes, sir. ഓക്കെ ജസീന, ചോദ്യം അല്ല, സെന്റൻസ് ഇതാണ്. നിങ്ങളുടെ പ്രഭാത ഭക്ഷണം കഴിക്കുക. Eat your breakfast. Correct. Very good, very good, very good. Eat your breakfast. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നെക്സ്റ്റ് സെന്റൻസ് ഇതാണ്. ലൈറ്റ് ഓഫ് ചെയ്യുക. Off the light. ഓഫ് ദ ലൈറ്റ് എന്നുള്ളതിന് വേണമെങ്കിൽ തൊട്ട് മുന്നിൽ ടേൺ ഓഫ്, TUR, ടേൺ ഓഫ് ദ ലൈറ്റ്, ടേൺ ഓഫ് ദി ലൈറ്റ്. യെസ്. വാതിലടക്കുക. Close the door. ക്ലോസ് ദ ഡോർ. കറക്റ്റ് ആണ്. യുദ്ധം നിർത്തുക. എന്ത് സാറെ കേട്ടില്ല. യുദ്ധം നിർത്തുക. തല്ലുപിടുത്തം നിർത്തുക എന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ വിചാരിച്ചു, കാരണം മറ്റേ യുദ്ധമൊന്നും വേണ്ട. Stop the war. സ്റ്റോപ്പ് ദ വാർ. വലിയ യുദ്ധം. ചെറിയ വീട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാരൊക്കെ തമ്മിലുണ്ടാകുമ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് നമ്മൾ പറയും സ്റ്റോപ്പ് ദ വാർ എന്ന് പറയും. Stop the fight. സ്റ്റോപ്പ് ദ ഫൈറ്റിംഗ്. സ്റ്റോപ്പ് ഫൈറ്റിംഗ്. യെസ്. വൺ മോർ ജസീന. Yes, sir. ക്ഷമയോടെ കാത്തിരിക്കുക. Please be patient. പ്ലീസ് ബി പേഷ്യന്റ്. ബി പേഷ്യന്റ്, ക്ഷമയോടെ കാത്തിരിക്കുക. യെസ്. പ്ലീസ് ബി പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ദയവായി ക്ഷമയോടെ കാത്തിരിക്കുക. ബി പേഷ്യന്റ്. ഓക്കെ ജസീന, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ് യെസ്. നിത. നിത. നസീമ. യെസ്. നമുക്ക് വീണ്ടും ആദ്യം മുതൽ വരാം. മെഹറുന്നീസ. No. യെസ്. സ്വയം പെരുമാറുക അല്ലെങ്കിൽ നന്നായി പെരുമാറുക. Behave yourself. വെരി ഗുഡ്. ബിഹേവ് യുവർസെൽഫ്. നന്നായി പെരുമാറുക എന്നുള്ളതിന് ബിഹേവ് യുവർസെൽഫ്. അടുത്ത വെരി സിമ്പിൾ ആണ്. ഇതാലും ചോദിക്കാം. നിങ്ങളുടെ സഹോദരനെ സഹായിക്കുക. Please help your brother. പ്ലീസ് ഹെൽപ്പ് യുവർ ബ്രദർ. ഹെൽപ്പ് യുവർ ബ്രദർ. യെസ്. മുതിർന്നവരെ ബഹുമാനിക്കുക. Please respect your elders. പ്ലീസ് റെസ്പെക്ട് യുവർ എൽഡേഴ്സ് അല്ലെങ്കിൽ റെസ്പെക്ട് യുവർ എൽഡേഴ്സ്. അടുത്തത് നിലവിളിക്കരുത്. Don't be shout. Don't shout. ഒച്ച ഉണ്ടാക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്. ഓക്കെ റനീസ, വെരി ഗുഡ്. ലക്ഷ്മി മോഹൻ. Sir. യെസ്. അനങ്ങരുത്. Don't. അനങ്ങരുത്. അത് കറക്റ്റ് ആണ്. ഡോണ്ട് കറക്റ്റ് ആണോ?
അനങ്ങരുത്. ഡോണ്ട് മൂവ് എന്ന് ആ, പറയാം. don't move. ഡോണ്ട് മൂവ്. യെസ്. അടുത്തത് എഴുതിയെടുക്കുക. എന്തോ? എഴുതിയെടുക്കുക. ടീച്ചർ ക്ലാസ്സിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും. Please note. നോട്ട് എന്ന് പറയാം. റൈറ്റ് വെച്ചെന്ന് പറയാം. Please write. അതിന് കൂടെ വേറെ വാക്കുകൾ വരും. റൈറ്റ് Notes. നോട്ട്സ് അല്ല, വേറൊരു പേര്. നോട്ട്സ് എഴുതിയെടുക്കുക എന്ന് പറയുമ്പോൾ വേടും കൂടെ വരും. റൈറ്റ് പഴയകാല സ്കൂളിലേക്ക് ഒന്ന് പോയി നോക്കി, അപ്പൊ അവിടെ ഏതെങ്കിലും ടീച്ചർ പറഞ്ഞ് ഓർമ്മ വരും. റൈറ്റ് ഡൗൺ എന്താണ്? Write down. അടുത്തത് തടസ്സപ്പെടുത്തരുത്. തടസ്സപ്പെടുത്തരുത്. Don't. പെട്ടെന്ന് വാക്കൊന്നും കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഇടയ്ക്കിടയ്ക്ക് ടിവിയില് പവർ സപ്ലൈ പോകുമ്പോൾ എഴുതി കാണിക്കുമ്പോൾ Disturb അല്ല. ഏറ്റവും ചുരുക്കി പറയാം. ഇപ്പോൾ പരത്തി പറയണ്ട, ചുരുക്കി പറയാം. തടസ്സപ്പെടുത്തരുത്. Inconvenience. ഇന്ററപ്റ്റ് എന്നാണ് തടസ്സപ്പെടുത്തുക എന്നുള്ള പേര്. സോറി ഫോർ ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ടിവിയില് പവർ സപ്ലൈ പോകുമ്പോൾ എഴുതി കാണിക്കാറില്ലേ? ആ വേർഡ് ഉപയോഗിച്ചിട്ട് ഡോട്ട് ഇന്ററപ്റ്റ്. ഡോട്ട് ഇന്ററപ്റ്റ്. ഇന്ററപ്റ്റ് INTERRUPT. ഡോട്ട് ഇന്ററപ്റ്റ്. അടുത്തത് ശ്രദ്ധാലുവായിരിക്കുക. Listen. Please be listen. ലിസൺ ശ്രദ്ധിക്കുക. Listener. അത് ശ്രദ്ധിക്കുന്നവർ. നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളവിടെ പോകുമ്പോൾ അയാളോട് പറയുന്നു ശ്രദ്ധാലുവായിരിക്കാം, ഞാൻ പോയുള്ളൂ. യെസ്, അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇച്ചിരി പ്രായമുള്ള നമ്മൾ അവരൊക്കെ യാത്ര പോകുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറയാറുണ്ടോ? വേര് പറയാറുണ്ട്. തുടർന്ന് ഞാൻ പറയാം ബി കെയർഫുൾ. ഓക്കെ നസീമ, ബി കെയർഫുൾ എന്ന് പറഞ്ഞാൽ ബി കെയർഫുൾ. യെസ്. ഒരു ചോദ്യം കൂടി ലക്ഷ്മി. നിയമങ്ങൾ പാലിക്കുക. നിയമങ്ങൾ പാലിക്കുക. നമ്മളിപ്പോ വണ്ടി ഓടിക്കാനായിട്ട് നമ്മുടെ മകൻ വണ്ടി ഓടിച്ചു നമ്മൾ അവനോട് പറയും റോഡിലോട്ടാണ് ഇറങ്ങുന്നത്, നിയമങ്ങൾ പാലിക്കുക. പറഞ്ഞോ, തെറ്റിക്കോട്ടെ. പെട്ടെന്ന് ഒന്നും കിട്ടുന്നില്ല. നമുക്ക് വേറെ വേർഡ് ഉപയോഗിക്കാം. ഫോളോ ദ റൂൾസ്. നിയമങ്ങൾ പറയുക. ഓക്കെ സബീന, ഫോളോ ദ റൂൾസ്. നിയമങ്ങളെ പിന്തുടരുക എന്നല്ല, നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. ഓക്കെ ലക്ഷ്മി, വെരി ഗുഡ്. മഞ്ജു. Sir. യെസ്. അടുത്തത് പുഞ്ചിരിക്കാൻ മറക്കരുത്. Don't forget smile. Don't forget to smile. കേട്ടോ, പുഞ്ചിരിക്കുവാൻ. Don't forget to smile. യെസ്. പിന്നെ എപ്പോഴും മക്കളോട് പറയുന്ന ഡയലോഗ് തന്നെ പറയാം, പോയി പഠിക്കുക. Go to study. Go to study അല്ല, പോവുക and പഠിക്കുക എന്നാണ്. Go and study. പോയി പഠിക്കുക. യെസ്. മറ്റേ പഠിക്കുവാൻ പോവുക എന്നാണ്. Go to study. പോയി പഠിക്കുക. Go and study. യെസ്. അടുത്തത് മഞ്ജു, ശ്രദ്ധയോടെ കേൾക്കുക. Please listen. ഓക്കെ നസീമ ഇവിടെ പറയട്ടെ. ഓക്കെ മഞ്ജു, ശ്രദ്ധയോടെ കേൾക്കുക. Be careful. ജാഗ്രതയായിരിക്കുക നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ശ്രദ്ധയോടെ കേൾക്കുക. Please listen. ദയവായി
കേൾക്കുക അല്ലേ? അപ്പൊ ശ്രദ്ധയോടെ വന്നില്ല. അപ്പൊ ആ ശ്രദ്ധയോട് തൊള്ളയില് ഒരു വെറും ചേർത്ത കറക്റ്റായി. Please കെയർഫുള്ളി. keep track. അപ്പൊ ചുരുക്കി പറയാം, ലിസൺ കെയർഫുള്ളി. Okay. കുറഞ്ഞ വാക്കുകളിൽ പറയാം, ലിസൺ കെയർഫുള്ളി. യെസ്. വൺ മോർ, തിരിച്ച് സംസാരിക്കരുത്. Don't repeat. Please. Talk to me. ആവർത്തിക്കരുതെന്നാണ്. തിരിച്ച് സംസാരിക്കുമ്പോൾ പറയാം, മറുപടി പറയുന്നത് പറയാല്ലേ. ഡോണ്ട് ടോക്ക് Repeat. ബാക്ക്. ഡോണ്ട് ടോക്ക് ബാക്ക്. BAC ബാക്ക്. അടുത്തത് വൺ മോർ, ലാസ്റ്റ്. വീടിനുള്ളിൽ ഓടരുത്. Don't run into the house. ഇൻ ദ ഹൗസ്. ആ ഇൻ ദ ഹൗസ് എന്നുള്ളതാണ് മാറ്റം. അപ്പൊ മൊത്തത്തിൽ അവിടെ നമുക്ക് വേറൊരു പേര് പറയാം. നമ്മൾ രണ്ട് രീതിയിൽ, അകത്തുള്ളതിന് ഇൻഡോർ എന്നും പുറത്തുള്ളതിന് ഔട്ട്ഡോർ എന്നാണ് പറയുന്നത്. അപ്പൊ ഡോണ്ട് റൺ ഇൻഡോർസ് പറയാൻ മതി. അകത്താരും ഓടരുത്. ഡോണ്ട് റൺ ഇൻഡോർസ്. INDOORS. ഓക്കെ മഞ്ജു? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, യെസ്. രമ്യ, ജസീന. Yes, sir. യെസ്. അടുത്തത്, നിങ്ങളുടെ മുറി വൃത്തിയായി സൂക്ഷിക്കുക. Clean your room. ക്ലീൻ യുവർ റൂം എന്ന് പറയുമ്പോൾ മുറി വൃത്തിയാക്കാന്നായി. അങ്ങനെയല്ല വേണ്ടത്. മുറി വൃത്തിയാക്കാൻ പറയണില്ല, നമ്മൾ പൊതുവെ പറഞ്ഞോണ്ട് പോവേണ്ട. മുറി എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അത് ആ ഒരു സാധനം, മുറി വൃത്തിയായി സൂക്ഷിക്കുക. Always clean your room. എപ്പോഴും ചുരുക്കി പറഞ്ഞു, ചുരുക്കി. അതിനകത്ത് ഓൾവേസ് ഒക്കെ കളഞ്ഞു, ചുരുക്കി പറ. കുറച്ച് വാക്കുകൾ. ഓക്കെ അനുമോൾ, ചുരുക്കി പറയാം. കുറച്ച് വാക്കുകൾ പറയും, കുറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ള അതിൻ്റെ. യെസ്. നമുക്ക് പറയാം, സൂക്ഷിക്കുക എന്ന് പറയുന്നത് കീപ്പാണ്. കീപ് യുവർ റൂം ക്ലീൻ, അല്ലെങ്കിൽ ടൈഡി, TIDY. കീപ് യുവർ റൂം ടൈഡി, കീപ് യുവർ റൂം ക്ലീൻ, CLEI, ക്ലീൻ. യെസ്. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് പറയാം. യെസ്. ജസീന, നിങ്ങളുടെ സ്കൂൾ ബാഗ് പാക്ക് ചെയ്യുക. നമുക്ക് രാവിലെ പിള്ളേരോട് പറയേണ്ടി വരുന്നതാണ്. നിങ്ങളുടെ സ്കൂൾ ബാഗ് പാക്ക് ചെയ്യുക. Pack your school bags. പാക്ക് യുവർ സ്കൂൾ ബാഗ്. കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം, നിങ്ങൾ എവിടെ പോകുന്നു? Where are you going? വേർ ആർ യു ഗോയിങ്? വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് കുട്ടികളോട് പറയുന്നതാണ്, അടുപ്പിൽ തൊടരുത്. Don't touch അടുപ്പിൽ. the stuff ഡോണ്ട് ടച്ച്. on the stove. Don't touch the stove. Correct ആണ്. Don't touch the stove. Yes. അടുത്തത് one more, ജസീന. TV അടുത്ത് കാണരുത്. Don't watch the TV closer. Closely, വളരെ അടുത്ത്. Don't watch TV closely. Okay, very good, very good, ജസീന. Very good, very good, very good. Yes, sir. ആര്യ, ആര്യ സജീവ്. Sir. ഓക്കെ, ഓക്കെ, ഓക്കെ. യെസ്. നേരത്തെ ചോദിച്ചതാണ്, എന്നാലും ഞാൻ ചോദിക്കും. വേണ്ട, നേരത്തെ ആര്യോട് ചോദിച്ചതിന്റെ പേരിൽ റിപ്പീറ്റ് ചെയ്തത് ഞാൻ ചോദിക്കുന്നില്ല. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ആര്യ, നിങ്ങൾ ഇന്ന് എന്താണ് പഠിച്ചത്? നിങ്ങൾ ഇന്ന് എന്താണ് പഠിച്ചത്? What you studied today? What you studied today? Studied വേണ്ട. What did you study? Did കഴിഞ്ഞാൽ പിന്നെ past tense പറയാൻ പാടില്ല, present tense പറയാം. Oh. Did you study today? Correct. What did you study today?
അടുത്തത് ഇപ്പോൾ തന്നെ ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് പിള്ളേരോട് പറയുന്നത് ഇപ്പോൾ തന്നെ ചെയ്യുക. ഇപ്പോൾ തന്നെ ചെയ്യുക. Do it now. ഡു ഇറ്റ് നൗ. ആ നൗവിന്റെ മുന്നിൽ ഒരു വേർഡ് കൂടി ചേർക്കാം. Do it this now. ദിസ് അല്ല, വേറൊരു വേർഡ്. ഉടനെ ഇപ്പോൾ തന്നെ നൗവിന്റെ മുന്നിൽ വേറെ വേർഡ് കൂടി ചേർക്കാം. ഇതാണത്. ഡു ഇറ്റ്. ഇല്ല. ഡു ഇറ്റ് റൈറ്റ് നൗ. ഓ ഓക്കെ, ഡു ഇറ്റ് റൈറ്റ് നൗ. ഇപ്പോൾ തന്നെ ചെയ്യും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് നിന്നോട് ദേഷ്യമാണ്. I angry with you. അല്ലേ? ഐ ആംഗ്രി വേണ്ട, ഐ ആം ആംഗ്രി. I am angry. I am angry with you. I am angry with you. With you. Yes. ഇനി കുട്ടികളോട് പറയണം, നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ മാറ്റിവെക്കുക. Please keep your ആണോ? പറഞ്ഞോ പറഞ്ഞോ, പോട്ടെ. Please keep your toys. Yes. സൂക്ഷിക്കുക. Please keep your toys എന്ന് പറയുമ്പോ കളിപ്പാട്ടങ്ങൾ സൂക്ഷിക്കാൻ മാറ്റിവെക്കാന്നാണ്. മാറ്റിവെക്കുക. Put away എന്ന് പറയാം. Put away. അപ്പൊ രണ്ട് രീതിയിൽ പറഞ്ഞ് ശരിയാണ്. Put Away. your toys away. ആ away എന്നുള്ള ലാസ്റ്റ് പറഞ്ഞാൽ മതി. Put your toys away. കളിപ്പാട്ടങ്ങൾ മാറ്റിവെക്കും. Put your toys away. Okay, okay, sir. One more. നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ എടുക്കുക. Take your toys. Take your toys. Very good, very good, very good, very good. Yes. Very good. Okay, idea? Okay, Yes. sir. Okay. Very good, very good. Shabina, Yes, sir. എന്നോട് ക്ഷമിക്കൂ. Please give. Please. എന്നോട് ക്ഷമിക്കൂ. Forgive me. നല്ലൊരു വാക്ക് പറയാം. അത് സിമ്പിൾ ആയിട്ടുള്ള വാക്ക്. എപ്പോഴും നമ്മൾ പറയുന്നത് വാക്ക്. Forgive me. Sorry. 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 I am sorry. സോറി എന്ന് പറയുന്ന വേർഡിനെ കറക്റ്റ് ആണ്. നമ്മളിപ്പോ വേറെ ആരുടെങ്കിലും ഒരു പറയുന്ന സംഗതിക്ക് സോറി പറയുമ്പോ സോറിയുടെ കൂടെ വേറൊരു സംഗതി കൂടിയുണ്ട്. യെസ്, ഐ ആം റെഡി ടു ചേഞ്ച്. അപ്പോ നമ്മൾ ചെയ്ത കാര്യം തെറ്റായത് കൊണ്ടല്ലേ നമ്മൾ സോറി പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മാറാൻ നമ്മൾ തയ്യാറാണ്. യെസ്, അത് തെറ്റിപ്പോയി, ഐ ആം. പക്ഷെ ഈ ഒരു സംഗതി ആരുടെ മനസ്സിൽ വരില്ല. യെസ്, ഐ ആം റെഡി ടു ചേഞ്ച്. ആ സോറിയുടെ കൂടെ അതും കൂടിയുണ്ട്. പക്ഷെ നമ്മൾ ഒരു നോട്ട് റെഡി ടു ചേഞ്ച് വേണമെങ്കിൽ സോറി പറയാം. ഇതാണ് നമ്മളുടെ രീതി. യെസ്, ഓക്കെ. അപ്പൊ ഷാബിന, എക്സ്ക്യൂസ് മീ. ഓക്കെ, എക്സ്ക്യൂസ് മീ. അപ്പൊ നമുക്ക് പറയാം ക്ഷമിക്കുക എന്നോട്. യെസ്. അപ്പൊ നമ്മ ഒരു ഓഫീസിൽ കയറി ചെല്ലുമ്പോ നമ്മ എക്സ്ക്യൂസ് മീ പറയാ. വേറെ അർത്ഥത്തിലാണ്. അത് രണ്ട് രീതിയിലാണ് എക്സ്ക്യൂസ് മീ. അപ്പൊ നമ്മളിപ്പോ തിരക്ക് കുറച്ച് പേര് നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ എക്സ്ക്യൂസ് മീ, ഷാൽ ഐ ഗോ. യെസ്. ഓക്കെ, അടുത്തത് ഇത് എറിയരുത്. ഇതെറിയരുത്. Don't overdo it. എറിയുക എന്നുള്ളൊരു വേർഡ് ഉണ്ടല്ലോ. ഡോണ്ട് ത്രോ. Throw. ഡോണ്ട് ത്രോ ഇറ്റ്. Throw it. ഡോണ്ട് ത്രോ ഇറ്റ്. ഓക്കെ, ഇത് എറിയരുത്. യെസ്. ഓക്കെ, കുറെ ആളുകളെ കൂടി ബഹളവും ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ ഷാബിന അവരുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നു,
ശാന്തമാവുക. സൈലൻസ് പ്ലീസ് പ്ലീസ് സൈലൻസ്. ഒച്ചുണ്ടാക്കുന്നതാണ് അതല്ലാതെ നമ്മൾ പറയുന്നത് ശാന്തമാവും. ശാന്തമാവ് ബഹളമൊക്കെ ഉണ്ടാകും, ഒച്ചപ്പാട് ഫൈറ്റിംഗ് ഒക്കെ ശാന്തമാണെന്ന് പറയില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ റേസ് ആയിട്ട് പറഞ്ഞ ആൾക്കാരും ശാന്തമാകും. Calm down. വെരി ഗുഡ് വെരി ഗുഡ്. അതാണ് കാം ഡൗൺ ആണ്. കാം ഡൗൺ കേട്ടാ. കൂളാവും എന്ന് പറയില്ലേ? കാം ഡൗൺ. യെസ്. അടുത്തത് എവിടെയെങ്കിലും പോകാനായിട്ട് റെഡി ആവും പറഞ്ഞു, പക്ഷെ അമ്മ റെഡി ആയിട്ടില്ല. അപ്പൊ അമ്മയോട് പറയാണ് വസ്ത്രം ധരിക്കൂ. Please put wear your dress. ലെങ്ത് കൂടല്ലേ? 2 വാക്യം പറയാം. ലെങ്ത് ഷോർട്ട് കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് പറയാം. അമ്മയുടെ ഭാഗത്തൊക്കെ വന്നുകൊണ്ട് പറഞ്ഞിട്ട് പോവുകയാണ് ഷാബിന. കാരണം പിന്നെ ഷാബിന തിരിച്ചു റെഡിയായിട്ട് നിൽക്കണം. ഓക്കെ. ഗെറ്റ് ഡ്രസ്ഡ്. വെരി ഗുഡ് വെരി ഗുഡ്. ഗെറ്റ് ഡ്രസ്ഡ്. DRESSED. യെസ്. ഓർമ്മ ഷാബിന. പരുഷമായി സംസാരിക്കുന്നു അല്ല പെരുമാറുന്നത്. പരുഷമായി ഇതിന് മോശമായി. പരുഷമായി പെരുമാറരുത്. Don't rude. Rude അല്ലേ? Don't rude എന്നുള്ളത് Be rude. Don't be rude. Be rude. Correct. Don't be rude. Very good very good very good. Okay Shabina. Very good. Yes. Shifana. Jubi. Nida. Okay. Shifana. Okay. Yes. Shifana. ഇത് പറയണം. കുറച്ചാളുകളൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് അവരോട് ഷിഫാന പറയണം ഇവിടെ കാത്തിരിക്കുക. ഇവിടെ കാത്തിരിക്കുക. ഇവിടെ കാത്തിരിക്കുക. വെയിറ്റ് ഹിയർ. വെരി ഗുഡ്. വെയിറ്റ് ഹിയർ കറക്റ്റ് ആണ്. വെരി ഗുഡ്. യെസ്. അപ്പോ ഷിഫാനയെ മറ്റുള്ളവർ കളിയാക്കിയപ്പോ അവരോട് ഷിഫാന പറയുകയാണ് സ്നേഹത്തോടു കൂടി പറയുക കളിയാക്കരുതെന്നോ? Don't joke. തമാശ പറയുന്നത്. കളിയാക്കാൻ വേദനിപ്പിക്കുന്ന കളിയാക്കലാണെങ്കിൽ നമുക്ക് അത് വേദനയെ കൂടി വരുന്നത്. അപ്പൊ നമുക്ക് ടീസ് എന്ന് പറയാം. Don't tease. കേട്ടോ? TEASE. Don't tease. നെക്സ്റ്റ് വേഗം ഇങ്ങോട്ട് വാ. Suddenly come fast. സഡൻലി ഫാസ്റ്റ് സെയിം അല്ലേ? Okay. ഒരെണ്ണം പോലെയല്ലേ? Suddenly come. അല്ലെ come fast. Come fast. Okay. Come fast. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ ഒരു സംഗതി കം ഹിയർ എന്നിട്ട് പറഞ്ഞാൽ മതി ക്വിക്കിലി. കേട്ടോ? സഡൻലി ക്വിക്കിലി. അടുത്തത് നുണ പറയരുത്. നുണ പറയരുത്. Don't lie. Don't lie. നുണ പറയരുത്. Don't lie എന്ന് പറയുമ്പോൾ നുണ പറയുക എന്നൊരു അർത്ഥമുണ്ട്. അപ്പൊ tell lie എന്ന് വേണ്ട. Don't lie. Yes. Last one. വണ്ടിയിൽ കയറിയിട്ട് സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുന്ന ആളോട് ഷിഫാന പറയണം നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ധരിക്കുക. You wear your seat belt. അപ്പൊ യു എന്നുള്ളത് നമുക്ക് നേരിട്ട് പറയില്ല. അപ്പൊ യു എന്ന് വേണ്ട. Wear your seat belt. Wear your seat belt. Yes. Very good. Yes.
Then Nida. Nida. Yes. Soumya. Yes. Vidam Mehranisa. Hello, sir. Okay. Mehranisa. What is the weather like today? It is very hot. Very hot. Okay. Do you like coffee? No. Do you like coffee? No, I don't like coffee. Yes. Okay. Yes. Which is your dream job? My dream job to be a maths teacher, but it's not possible right now. Yes, to be a teacher. Yes. Okay. Do you have any pets? No, I don't have any pets. Do you like pets? I like pets. Okay, very good. Okay, Mehranisa, very good. Lakshmi Mohan, Sir, which is your favorite color? green. Yes. Are you married? Yes. What is your opinion about your husband? He's good character. Yes, he is good character. Which is your favorite food? Idiyappam. Idiyappam. Pressed bread. Eh? Okay. Yes. Okay. You know how to make pressed bread? Yes, I know. Yes. Very good. So, do you remember the day you ate pressed bread last? Friday. From Friday. Okay. Do you know driving? Yes, I know. Which type of license? 2-wheeler or 4-wheeler? Which one you have? 2-wheeler I have. 2-wheeler. Yes. Okay, let me ask you one more question. What is your hobby? Or what are your hobbies? Watching movie and traveling. Traveling. So, name the place you traveled last. Wagaman. Wagaman. In Munnar? No, Wagaman. Wagaman. Let me ask you one more question. Suppose that you get 2 or 3 days sleep, where you want to go? Which is your favorite tourist spot? Munnar. Munnar. Why do you like Munnar most? That climate is very easy. In Ooty and Kodaikanal, the same climate. Why don't you go to Ooty and Kodaikanal? You like Munnar very much. Why? I like Kerala. Oh, you want to go. Suppose that you are getting any job outside Kerala. Will you accept it? Yes, accept it. Yes. Oh, so I thought that you are not fond of going outside Kerala. Okay, Lakshmi, very good. Thank you, sir. Manju. Sir. Yes. How are you, Manju? I am fine, thank you. Very good. How many members consist of in your family? Total members are 6 members. Yes. Who are they? My husband's mother and brother. I have 2 children. Children money. Children. Okay. Okay, continue. Yes. My husband is working in Ireland. Yes. Students are studying in 9th class and 8th class. Yes. Let me ask you one more question. You told that your students are studying in 9th and 8th standard. How about them? What is their education standard? Average, above average, below average, according to you? They are very brilliant students.
But you are the mother of brilliant two children. Okay. Yes. Yes, Uh, very good. Are you proud of it? Sir? Are you proud of her, of them? Yes, yes. Yes, 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 yes. Have you? Younger doctor is very brilliant. Each exams he got it first rank. Very good, Some very good, very good. ranks, otherwise second rank. Oh, very good, very good, very good. Manju, I ask you one more question. This question is this: what is your dream about your children? Once again, sir. Your dream about your children. കുട്ടികളെ കുറിച്ചുള്ള മഞ്ജുവിന്റെ സ്വപ്നം എന്താ? അവരെന്താവണം, എങ്ങനെയാവണം? മഞ്ജു അവരോട് ചോദിക്കുക, അത് അവരുടെ ഇങ്ങോട്ടെ. I ask you, being the mother, my dream is younger doctor become a IAS or IPS officer. Yes, IAS or IP civil service. Okay. Okay. Then elder child. Elder child, she's every time talking lawyer about lawyer. Oh. So she wants to go to LLB. LLB. Okay, very good, very good, very good. So one more question: have you ever asked them about their dream? Yes, they are very telling about their dream. Yes. They sometimes they are very hardworking to their dream. Yes. They are reading a very books. Yes. That's okay. Manju, and you are telling it very smoothly. Very good, very good. So one more question: do you have any siblings? Yes, sir. I have 2 brothers. Yes. What they are doing now? One brother is doing business, and other brother is doing a electrical work. Yes. Okay, Manju, you are very. You told very answer all the answers very nicely. Very good, very good, very good. Okay. Thank you, sir. Jessina. Yes, sir. How are you, Jessina? I'm fine, sir. Thank you. Very good, very good, very good, very good. Have you the habit of seeing movie? Yes, sir. Yes, you have the habit of seeing movie. Very good, very good. Yes. Which is your favorite movie? PK. Yes. Can you say the story of that film? Sir, it is a very nice movie. The main actors are Amir Khan, and the actress is Anushka Sharma. It is a movie about our worship to God and our life without God. Yes. Jessina, shall I ask you one more question? Do you believe in God? Yes, sir. Yes. And you are going to temple or church? My God is in a mosque. Mosque. Okay. As you are going to mosque, you believe in God. As you believe in God, you are going to mosque. Which is correct? I go to mosque because I believe in God. Yes. Okay. Do you know to play any musical instrument? No. No. You are not fond of any musical instrument? No. No. Do you like music? Yes, sir. Yes. Have you the habit of singing? Singing sometimes. Sometimes. Can you sing any of 2 lines of your favorite song?
हमने आंखों से देखा नहीं है मगर उसकी तस्वीर सीने में मौजूद है. That's all, sir. Very good, very good. I appreciate you, Jasina. All of a sudden, you started singing. Okay. I appreciate your bite. Okay, Jasina, one more question. Yes, sir. There are so many seasons: winter, summer. Which is your favorite season? മനസ്സിലായില്ല sir. Which is your favorite season? Season winter. Winter. Why do you like winter most? It's so good to sleep. Yes, as it is very good to sleep, you like it. So let me ask you one more question. When do you get up in the morning? 4:30. 4:30. Just to pray? Pray and do some work. Pinna studies. Wait. Okay. I told that you are very fond of sleeping, so I asked you such a question. Okay, Jasina, you told the answers very systematically and very correctly. Okay, I appreciate you. Very good. Thank you, sir. Okay, Arya Sajeev. Yes, sir. How are you, Arya? Fine, sir. Very good. So I ask you one question: January, February, March, and December. Up to December, which is your favorite month? February. February. Why do you like February most? My marriage month. Oh, this unforgettable, the happiest moment in your life. That is why you are remembering that. Yes, sir. Yes, very good. Yes, okay. Then let me ask you another question. Have you the habit of reading books? Sometimes. Not a Sometimes. habit. Always. When you were a student or college student, you had the habit of reading books. Now you don't have. Am I right? Yes. Yes. Okay. Do you like traveling? Yes, I like it. So name the places you traveled. I traveled today Onam vacation to Murdeshwar. Yes. I ask the question from this time. Last year, Sorry. the previous years, the places that you visited. In this year, Onam vacation. ഓണം വെക്കേഷനിൽ ഇതുവരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ ആരും പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ സോഫാ ഇതുവരെയുള്ള ഇപ്പൊ എനിക്ക് എത്ര വയസ്സായെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് 25 വയസ്സിനുള്ളിൽ പോയിട്ടുള്ള സ്ഥലങ്ങൾ. Name the places that you visited. വെറുതെ പേര് പറയണോ? അതെ. കൊടൈക്കനാൽ, മുരുടേശ്വർ ടെമ്പിൾ, മൂകാംബിക, ഗുരുവായൂർ. etc. Wonderla. Yes. Okay. Very good. So let me ask you one more question. So you told that you have visited so many places. Mugambika, Guruvayur. Which is your favorite place or favorite tourist place? My favorite tourist place is Varkala. Varkala, Shivagiri? No, beach. Varkala beach. Okay. Yes. Okay, Surya. Arya, very good. And let me ask you, how many children you have? I have one. In which standard? Standard. Which standard? Second standard. Second standard. Okay. Do you have any unforgettable, funny incident with your son? Yes, of course. Yes, of course. Please tell one of them. In study time, I give a homework to him, but
ഇംഗ്ലീഷിൽ പറയണോ മലയാളത്തിൽ തന്നെ പറയണോ സാർ? ഇംഗ്ലീഷ് പറയേ. ഇത്ര നേരം നിസ, ലക്ഷ്മി, സാറ് മഞ്ജു ഒക്കെ നല്ല ജെസ്സിനൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള പറഞ്ഞു. വെരി ഗുഡ്. നമ്മുടെ In that time, I went to my room. yes. Then that time he is playing. Suddenly I came back. He is studying. Yes. Yes, very good, very good. But you It's a daily routine. About he is very fond of his mother. Okay. Okay. Yes. Okay. About idea. Do you know swimming? No. Which is your favorite sports item? Cricket. Cricket. Which is your favorite cricket player? Nowadays I don't. I can't watch cricket, but my favorite player is Sachin. Sachin. So presently, Sachin is retired from cricket. Presently, which is your favorite cricket player? My favorite is Sachin. No one other. Yes, this is. Yes, okay. Idea? Very good, very good, very good, very good, very good. Yes, okay, 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 very good. Shabina. Yes, sir. How are you, Shabina? I am fine, sir. Oh, yes. What are your hobbies? Watch movies, sleeping, Sleeping. Then, eating. yes, eating. That's all. Eating is a hobby. Very good, very good, very good. So, which is your favorite animal? Animal. Cat. Cat is your favorite animal. Okay, do you have any cat? Environment. What was its name? Kitty. Kitty. Very good. Do you know dancing? No. No. Do you like the shopping? Yes. Yes. Very good, very good, very good. When did you when was your last shopping? My friend marriage. Marriage. Yes. Yes. Do you know to speak any languages other than English and Malayalam? No, Hindi. No. I You like know Hindi. You like Hindi? But Can you speak in okay. Can you speak in Hindi? Venda. No. No. Yes. Very good, very good, very good, very good. Yes. But you like Hindi? Yes. Yeah. Yes. Can you ride a bike? No. No. Yes. Do you like art? ART. Art? Yes. Yes. Which is your favorite art form? I don't know. Well, Ishton. Yes. Okay, 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 Shabina. Very good, very good, very good, very good. Okay, very good. Shifana. Shifana. Sir, How are you, Shifana? I'm fine, sir. Oh, very good, very good, very good. And you have studied physics, chemistry, biology. Which was your favorite subject? Biology. Biology. Why did you like biology? Why did it become a favorite? Biology, common human anatomy. Human anatomy. Yes. പിന്നെ Easy to study. Nasima Marino, it is very easy to study. Is it right? yes. Yes. Okay. Okay. Which was your most difficult subject? Difficult to match. Mathematics. Yes. Yes. Okay. 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 Very good. Very good. Very good. Then, do you like traveling? Eh?
Do you like traveling? Yes, I like it. You like it. So let me ask you another question. Which is your favorite holiday? Ramzan, Deepavali, Christmas, and all these other things. Which is your favorite holiday? Eid. Yes, that is your favorite holiday. Okay, very good, very good, very good. Do you like history? History. You like history? കുഴപ്പമില്ല. Yes. Which is your favorite drink? Which is your favorite drink? ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം ഏതാണ്? Drink. Shake ഒക്കെ I like shake. You like shake? Yes. Do you take exercise? No. No. Have you the habit of watching TV? Yeah. Phone and TV. Have you the habit of watching TV? Yeah. Yeah. Which is your favorite show? Movies. Movie. Which type of movie you like? Horror, action movie? Then which type of movie you like? All types. I like You like all types. horror? All types. Oh yes. Yes. Okay, ഇതൊക്കെ ഷിഫാന പറയുമ്പോൾ കട്ടായി പോകും. റേഞ്ചിന്റെ പ്രശ്നമൊന്നും തോന്നുന്നുണ്ടോ? യെസ്. ഓക്കെ ഷിഫാന, വെരി ഗുഡ്. ഓക്കെ. Thank you, sir. യെസ്. ഓക്കെ. Then Nida. Yes. Animal K. Rija Thomas. Yes. Okay. അപ്പോ ഇനി നമുക്ക് ഇത്ര നേരം ഞാൻ ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചോദിച്ചത്. അപ്പൊ നമുക്ക് 3 മണിക്ക് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. ഞാൻ അറ്റ് 3 o'clock സ്റ്റോപ്പ് ചെയ്യും. മറ്റേ ടീച്ചർ, അതായത് എടുക്കേണ്ട ടീച്ചറില്ലേ, ആ ടീച്ചറിൽ നിന്നില്ല, ആ ടീച്ചറിന് പകരമായിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ നമുക്ക് 1.5 മണിക്കൂർ കൂടി എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് സ്പീച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അല്പസമയം ഒന്ന് മാറ്റി പിടിച്ചത്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ സമയം റിപ്പോർട്ട് സ്പീച്ചിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. യെസ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ആ ടെൻസിന്റെ റിപ്പോർട്ട് സ്പീച്ച് വരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. പ്രസന്റ് കണ്ടിന്യൂസ് അല്ല, സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അതിനെ കണ്ടീഷൻ ഫോമിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. വിൽ എന്നുള്ളതിന്റെ കണ്ടീഷൻ ഫോം വുഡാണെന്ന് പറഞ്ഞു. ഷാൽ എന്നുള്ളതിന്റെ ഷുഡാണെന്ന് പറഞ്ഞു. ക്യാൻ എന്നുള്ളതിന്റെ പുട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സൂചിപ്പിച്ചു. യെസ്. ഇനി നമ്മൾ അടുത്ത ഒരു ടെൻസിലോട്ട് നമ്മൾ കടക്കുകയാണ്. അപ്പൊ ഒരു വാചകം ഞാനിവിടെ പറയാം. ഷീ സെറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമയില് I am teaching English. Yes. അപ്പൊ ഇവിടെ നോക്കി, ഷീ സെറ്റ്, അവൾ പറഞ്ഞു I am teaching English. ഞാൻ
ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ നോക്കി, ആ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വേർഡ് ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് എന്നുള്ളത് ഏത് ടെൻസായിട്ട് വരും? ഏത് ടെൻസായിട്ട് വരും ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ? Simple continuous. Present continuous. വെരി ഗുഡ് മാക്രോനീസ. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് എങ്ങനെ മനസ്സിലായി? സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബ്, പിന്നെ ഇഞ്ചി. ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്? അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. യെസ്, അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെ ഇഫ് ദ ഗിവൺ സെന്റൻസ് ഈസ് പ്രസന്റ് കണ്ടിന്യൂസ്, അതിന് മാറ്റേണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റണം. അപ്പൊ ഓരോ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വരുന്ന ടെൻസുകൾ ഏതാണോ അത് മാറിക്കൊണ്ടിരിക്കും. പറഞ്ഞത് മുഴുവൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. നേരത്തെ ആദ്യം പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുക, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റുക. ഇനി ഇപ്പൊ പറയുന്നത് ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എങ്ങോട്ട് മാറ്റണം? പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതിന്റെ സ്ട്രക്ചർ ഒരു ഓർമ്മയിൽ വരണം. സബ്ജക്റ്റ്, വാസ് അല്ലെങ്കിൽ വേറെ, വെർബ്, പിന്നെ ഇഞ്ചി. വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ഇഞ്ചി. അപ്പൊ ഷാബിന ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. ഷീ സെഡ് ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് എന്നുള്ള ആൻസർ എങ്ങനെ വരും? She ഷീ said ടോൾഡ്. that. അത്രയും വരെ ഞാൻ പറഞ്ഞു. ഷീ ടോൾഡ് ദാറ്റ്. ഓക്കെ, ബാക്കി പറഞ്ഞാൽ ഷീ ടോൾഡ് ദാറ്റ്. ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? എന്തേ മാറും? ഷീ എന്നായിട്ട് മാറും. She. ആ, ഷീ was teaching ടീച്ചിങ് ഇംഗ്ലീഷ്. English. കറക്റ്റ് ആണ്. അപ്പൊ ഷീ ടോൾഡ് ദാറ്റ് ഷീ വാസ് സ്ലീപ്പിംഗ്, സോറി, ഷീ വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്. പ്രസന്റ് കണ്ടിന്യൂസ് മാറ്റേണ്ടത് കൊണ്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുക. യെസ്, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റുക. ഐ വിൽ ടെൽ യു വൺ മോർ സെന്റൻസ്. എഴുതിക്കോളൂ. He said. Inverted commas. I am going home. I am going home. അടുത്ത സെന്റൻസ് ആയിരിക്കും. He said. He said, you are finishing. You are finishing. F-I-N-I-S-H-I-N, finishing your work. Yes. Okay, എഴുതിക്കോളൂ.
Okay, Shabina. Okay, Shabina, കഴിഞ്ഞെങ്കിൽ വായിച്ചോളൂ. ആദ്യത്തെ വായിക്കും. He said, I am going home. Ah. He told that he was going home. He told that he was going home. Okay, very good, very good. അടുത്ത ആരുടെ കഴിഞ്ഞിരിക്കുന്നത് വെച്ചാൽ വായിക്കാം. Sir. പറഞ്ഞോളൂ ജസീന. She told that she said, you are finishing your work. Yes. She told that I was finishing my work. Correct. I was finishing my work. Okay. ഇനി അടുത്തത് ആരാണ്? Yes. അറിവില്ലാത്തതുകൊണ്ട് ഷാബിനെ വായിച്ചു. രണ്ട് ക്വസ്റ്റിനെ സാർ തന്നിട്ടുള്ളൂ. രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. സോറി. യെസ്. ഇനി ഞാനൊന്ന് മാറ്റി പിടിക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. എഴുതിക്കോ. He said. ഇൻവെർട്ടർ കോമയിൽ what a delightful performance. performance. He said, inverted comma, what a delightful performance. Yes. അടുത്ത ചോദ്യം. Why are you late? Next question. Why are you late? Late. Question mark. Why are you late? Why are you late? Inverted comma അകത്തിടുക. Why are you late എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയുടെ അകത്തിടുക. യെസ്, എന്തായിരിക്കും അതിന് കൂടെ മദർ asked me, asked me. Mother asked me. അമ്മ എന്നോട് ചോദിച്ചു എന്താണ് ലേറ്റ്. യെസ്, പറഞ്ഞോളൂ. He is coming. He is coming tomorrow, mother. He is coming tomorrow, mother. ഈ പറഞ്ഞ പോലെ ഇൻവെർട്ടഡ് കോമയുടെ അകത്തിടുക. He is coming tomorrow, mother എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയുടെ അകത്തിടുക. എന്നിട്ട് എഴുതുക said Sheila. SAID, said Sheila.
said Sheila. Yes, very good.
ഓക്കെ ഷാബിന. ഷാബിന്റെ കൂടെ വേറെ ആരുടെയെങ്കിലും? ഓക്കെ മെഹറുന്നീസ. എന്നാൽ ആദ്യത്തെ മെഹറുന്നീസ വായിച്ചോളൂ. മെഹറുന്നീസ ഫസ്റ്റ് വൺ വായിച്ചോളൂ. Yes. Wait. He said, what a delightful performance. Yes. അതിനകത്ത് നമ്മളൊരു കാര്യം അതിനകത്ത് അണ്ടർസ്റ്റുഡ് ആണെന്നുള്ളത് മനസ്സിലാക്കി. No. He said what He told that it was a delightful performance. What he told that it was a delightful performance. He told that it was a delightful performance. Correct. And ഈ ചോദ്യത്തിൽ ഒരു സംഗതി അണ്ടർസ്റ്റുഡ് എന്ന് വിചാരിക്കണം. അതിതാണ് what a delightful performance it is. ആ ഇറ്റ് ഈസ് അവിടെ നിന്ന് വിചാരിക്കണം, എന്നിട്ട് അവിടെ ചെയ്യാനായിട്ട്. അപ്പൊ ആൻസർ പറഞ്ഞതുപോലെ he told that it was a delightful performance. It was a delightful performance. Okay. ഇനി അടുത്താരാണ്? ഇന്ന് ഷാബിനെ വായിച്ചോളൂ. Why are you late? Why are you Mother late? asked me. Mother asked me why I was late. Correct. Yeah. Mother asked me why I was late. Why I was late. Okay. ഈ മെഹറുന്നീസയും ഷാബിനെയും അല്ലാതെയുള്ള ആരെങ്കിലും ഇനിയുണ്ടോ? യുബി വായിച്ചോളൂ. Sheila said that her mother said he's coming tomorrow. Yes. ചെറിയൊരു എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കിയേ, ഒന്ന് ചിന്തിച്ചു. ഹി ഈസ് കമ്മിങ് ടുമാറോ. മദർ, അമ്മേ, നാളെ അവൻ വരും, നാളെ അവൻ വരികയാവും. അതാണ് വേണ്ടത്. നാളെ അമ്മയോട് പറയുന്നു. ഷീല പറയുകയാണ്. അപ്പൊ ഷീല ടോൾഡ് മദർ, അവിടെ അങ്ങനെ എഴുതാം. He will come. അല്ല, ഒന്നുകൂടി നോക്കി. ഈ ബില്ല് എങ്ങനെ വന്നു? ഈസ് കമ്മിങ് അല്ലേ? He's coming tomorrow. അത് പ്രസന്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് അപ്പൊ വാസ് അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കണ്ടേ? അപ്പൊ ഒന്നുകൂടി ഒന്ന് നോക്കി. അപ്പൊ ഹി വാസ് കമ്മിങ് ടുമാറോ. ടുമാറോ എന്നുള്ളത് മാറ്റിയിട്ട് ടുമാറോ എന്നുള്ളത് മാറ്റിയിട്ട് ദ നെക്സ്റ്റ് ഡേ നോക്കാം. ടുമാറോ മാറ്റിയിട്ട് ദ നെക്സ്റ്റ് ഡേ കേട്ടോ. അപ്പൊ നമുക്ക് എന്റെ ആൻസർ പറയാം. Sheila told her mother that he was coming the next day. The next day. Yes. അടുത്തത് നിങ്ങളുടെ ഭാവനക്ക് വിടുകയാണ്. നിങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കാം. വെൽക്കം. WELCOME. വെൽക്കം.
അത് ഇൻവേർട്ടഡ് കോമയുണ്ട്. വെൽക്കം എന്നുള്ളത് ഇൻവേർട്ടഡ് കോമിന്റെ അകത്ത്. ഷീ സെറ്റ്, ഷീ സെറ്റ്. നിങ്ങളുടെ ഒരു ഭാവനയൊക്കെ വിടുകയാണ്. ഇത് ഇപ്പൊ പറഞ്ഞതുപോലെയല്ല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതിൽ വന്നിട്ടുള്ളത്. അത്രേ ഉള്ളൂ. വെൽക്കം, സ്വാഗതം. ഷീ സെറ്റ്. ഷാബിയുടെ ആൻസർ വായിച്ചോളൂ. She told that she welcomed me. ഇവിടെ നമുക്ക് നോക്കാം. വെൽക്കം എന്ന് പറഞ്ഞിട്ടുള്ളൂ. വെൽക്കം അത് ശരിക്കും പ്രസന്റ് ടെൻസ് ആണ്. വെൽക്കം, സ്വാഗതം. യെസ്. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുക, ഷാബിനെയാണ് അവിടെ ചെല്ലുന്നത്. ഷാബിനോടാണ് അവൾ എന്ത് പറയുന്നത്? വെൽക്കം ചെയ്യുന്നത്. അത് കേൾക്കുന്ന ഷാബിന വേറെ ആളോട് പറയുമ്പോൾ എന്ത് പറയും? അവൾ എന്നെ വെൽക്കം ചെയ്തെന്ന് പറയും. അങ്ങനെ ഒന്ന് പറഞ്ഞു. She told that വേണ്ട, ടോൾഡ് വേണ്ട, she welcomed me. വെൽക്കംഡ് മീ. വേറെ അന്വേഷിച്ച് പോകണ്ട. ടോൾഡിന്റെ ഒന്ന് വെൽക്കമിൽ തന്നെ ഉണ്ട് ടോൾഡ്. യെസ്. അപ്പൊ ഷീ വെൽക്കം. them. പറയൂ രൂപി. She welcomed them. വെൽക്കം, COL WEL COM. Welcomed them. them എന്ന് പറയാം. യെസ് യെസ്. കറക്റ്റ് ആണ്. ഇപ്പൊ ആരെയാണ് വെൽക്കം ചെയ്തിരിക്കുന്നത് അയാള് തന്നെ പറയുകയാണെങ്കിൽ മീന്ന് വരും. ഇനി ആ ആള് ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബി എന്നുള്ളതിന് പകരം അസ് എന്നിരിക്കുന്നത് അത് ശരിയാണ്. ഓക്കെ. We will meet the other part of reporter speech in the next class. Okay, so we will meet
next time. Okay, bye. Thank you, sir. Okay. Thank you, sir. Okay, Manju. Okay, Soumya. Yes.